നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക്കിനും കിഫ്ബിയുടെ സിഇഒയും മുൻ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രാഹിമിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുന്നു. അവരോട് നേരിട്ട് ഹാജരാവുകയോ അല്ലെങ്കിൽ പ്രതിനിധികളെ അയക്കുകയോ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ED കഴിഞ്ഞ 3 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ അവസാനത്തെ ചില വിശദീകരണങ്ങൾക്ക് വേണ്ടിയാണ് നോട്ടീസ്. എന്നാൽ പിണറായി വിജയൻ പതിവ് പോലെ നിശബ്ദത പാലിക്കുന്നു. എന്നാൽ തോമസ് ഐസക്ക് പതിവ് പോലെ വാചാലന രംഗത്ത് വരുന്നു. EDയോട് പോയി പണി നോക്കാൻ പറയൂ, സൗകര്യമില്ല മറുപടി കൊടുക്കാൻ, സൗകര്യമില്ല ED വിളിക്കുന്നിടത്ത് പോവാൻ എന്നാണ് പറയുന്നത്. തോമസ് ഐസക്കിന്റെ ഭരണഘടനാ ബോധം അത്രയുമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ചതി ഈ വിഷയത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലിന് EDയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യസമയത്ത് നോട്ടീസ് അയച്ചത്? 1-1.5 ആഴ്ച കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് പറയാൻ കഴിയില്ല. ED ഈ കേസുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ അയച്ചതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ്. ED എന്തിനാണ് ബോധപൂർവം അങ്ങനെ അയക്കുന്നത് എന്ന് മാത്രമല്ല, EDയുടെ നോട്ടീസിൽ പറയുന്ന വളരെ വിചിത്രമായ ഒരു സംഗതിയുണ്ട്. ഇതിലെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചല്ല, നേരെ മറിച്ച് ഇത് ചെലവഴിച്ചതിൻ്റെ ഒരു സാങ്കേതിക വിഷയത്തെക്കുറിച്ചാണ് ED ചോദിക്കുന്നത്. ഇനി ED ചോദിക്കുന്നതാണോ CPMകാർ വ്യാഖ്യാനിച്ച് മാറ്റുന്നതാണോ എന്ന് വ്യക്തമല്ല. എന്നാലും EDയുടെ നോട്ടീസിൽ പറയുന്നത്, നിങ്ങൾ 2150 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും മസാല ബോണ്ട് വഴി ശേഖരിച്ചിട്ട് അതിൽ 466.91 കോടി രൂപ ചട്ടവിരുദ്ധമായി ഭൂമി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു. അത് നിയമവിരുദ്ധമാണെന്ന് ED പറയുന്നു എന്നാണ് വാർത്തകൾ. ED ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളിൽ ഒന്ന് മാത്രമാണോ അതോ അത് മാത്രമാണ് ED ചോദിക്കുന്നത്, അതോ CPM അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല. ED പറയുന്നത് മസാല ബോണ്ട് വഴി ശേഖരിച്ചിരിക്കുന്ന പണം ഭൂമി വാങ്ങാൻ അനുവദിക്കാൻ പാടില്ല, അതുകൊണ്ട് ഭൂമി വാങ്ങിയിരിക്കുന്നു, അത് ചട്ടലംഘനമാണ്, ED കേസെടുക്കുമെന്ന് ED പറഞ്ഞു എന്നാണ് പത്രങ്ങൾ പറയുന്നത്. ED മറ്റൊരുപാട് കാര്യങ്ങളുടെ കൂടെ ഇതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് മാത്രമാണ് ED പറയുന്നതെങ്കിൽ ദുരൂഹമാണ്, ഒരു സംശയവും വേണ്ട. ED ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് സമയത്തും CPMനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന ആരോപണത്തിൻ്റെ ഒരു തെളിവായി മാറും. കാരണം ഇതിന് സർക്കാർ നൽകുന്ന വിശദീകരണം തൃപ്തികരമാണ്. 2016 RBIയുടെ നിയമം 2019 പൊളിച്ചു മാറ്റി. 2016 RBIയുടെ നിയമം 2019 പുതുക്കി. ഈ RBIയുടെ നിയമം അനുസരിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഭൂമി വാങ്ങൽ റിയൽ എസ്റ്റേറ്റ് ആണ്. എന്നാൽ സർക്കാർ പറയുന്നത് ഇത് ഭൂമി വാങ്ങലല്ല, ഭൂമി ഏറ്റെടുക്കലാണ്. രണ്ടും രണ്ടാണ്. ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമി ഇടപാടായി കരുതരുതേ എന്നാണ് സർക്കാർ പറയുന്നത്. അത് ന്യായമാണ്. സർക്കാർ ഭൂമി വാങ്ങിയത് കമ്മീഷൻ കൈപ്പറ്റാനോ ലാഭത്തിൽ വിൽക്കാനോ അല്ല, നേരെ മറിച്ച് ഒരു വികസന പദ്ധതിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുത്തതാണ്. ഇനി അഥവാ RBIയുടെ ചട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേവലം സാങ്കേതിക വിഷയം മാത്രമാണ്. RBI അങ്ങനെ ചട്ടം കൊണ്ടുവന്നത് റിയൽ എസ്റ്റേറ്റിൽ അനധികൃതമായി നിക്ഷേപിക്കുന്നത് തടയാനാണ്. അതിനെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതുമായി കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ED അത് മാത്രമാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെങ്കിൽ അത് ചട്ടലംഘനമാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ റദ്ദാക്കും, അത് ഞങ്ങൾ പിഴ ഈടാക്കും എന്നാണ് പറയുന്നതെങ്കിൽ EDയുടെ ലക്ഷ്യം ദുരൂഹമാണ്. 5% മുതൽ 3 ഇരട്ടി വരെ ഞങ്ങൾ ഈടാക്കുമെന്ന് പറയുന്നു. വേണമെങ്കിൽ EDക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമത്തിന് വേണ്ടി മാറ്റിയ 466 കോടി രൂപയ്ക്ക് 3 ഇരട്ടി പിഴ ഈടാക്കാം. അങ്ങനെയെങ്ങാനും ED നോട്ടീസ് അയച്ചാൽ പിണറായി വിജയൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ കണ്ടോ, ഈ നാട് നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേന്ദ്രം ഞങ്ങൾക്ക് പണി തരുന്നു എന്ന് പറയാൻ അവർക്ക് ഇതിനേക്കാൾ വലിയ ആയുധമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ വിഷയം എന്താണ്? യഥാർത്ഥത്തിൽ വിഷയം വലിയൊരു അഴിമതിക്ക് കളമൊരുക്കുന്ന തരത്തിൽ ഇവർ തട്ടിപ്പ് നടത്തിയെന്നതാണ്. ഇന്നലെ ഞാൻ അതേക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ആഭ്യന്തര വിപണിയിൽ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടുമെന്നിരിക്കെ ലണ്ടനിൽ പോയി ബോണ്ട് കൊടുത്ത് 9.72% പലിശയ്ക്ക് ലോൺ എടുത്തത് എന്തിനെ എന്നതാണ് ചോദ്യം. ലോണാണല്ലോ, ബോണ്ട് കൊടുത്തിട്ട് പണം കടം വാങ്ങി, ഇതാണ് ചോദ്യം. അതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, 2019 ആഗോള വിപണിയിൽ പലിശ നിരക്ക് ഏറ്റവും താഴ്ന്നു നിൽക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയല്ല. അമേരിക്കയുടെ പലിശ നിരക്ക് ആ വർഷം 1.75 മുതൽ 2.50 വരെയാണ്. അമേരിക്കയിലെ ഫെഡറൽ റേറ്റ് എന്ന് പറയുന്നത് 2019 നിരക്കാണ്. പലപ്പോഴായി വ്യത്യാസം വന്നിട്ടുണ്ട്. ബ്രിട്ടനിലെ നിരക്ക് ആ വർഷം മുഴുവൻ 0.75% എന്ന് വെച്ചാൽ 0.25%. ജപ്പാന്റെ പലിശ നിരക്ക് ആ വർഷം 2019 0.-1 ആണ്. എന്ന് വെച്ചാൽ 0-ലും താഴെയാണ് ജപ്പാന്റെ പലിശ നിരക്ക്. സാധാരണഗതിക്ക്
രാജ്യത്തെ ലീഡ് ബാങ്ക് നിശ്ചയിക്കുന്ന പലിശയേക്കാൾ 1.5% കൂടുതൽ മാത്രമേ ബാങ്കുകൾ ഈടാക്കൂ. 1% ലീഡ് ബാങ്കിന്റെ പലിശയെങ്കിൽ 2% അല്ലെങ്കിൽ 2.5% പലിശ കൊടുക്കുന്നത് സാധാരണ ബാങ്കുകൾ. എന്ന് വെച്ച് 2019 അമേരിക്കയിൽ നിന്നും 2% താഴെ പലിശയ്ക്ക് വിദേശത്ത് നിന്നും ലോൺ കിട്ടുമായിരിക്കവേ 9.72 പലിശയ്ക്ക് എന്തിനാണ് 2150 കോടി രൂപ എടുത്ത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന്റെ കൂടി കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി വിദേശത്തുനിന്ന് വായ്പ എടുത്തത് 1.25% പലിശയ്ക്കാണ്. ഉമ്മൻചാണ്ടിയെ കുറ്റം പറയുന്നു, കൊച്ചി മെട്രോയെ കുറ്റം പറയുന്നു. 1.25% പലിശയ്ക്കാണ് ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി വായ്പ എടുത്തത്. അവിടെയാണ് 9.72% എന്ന കേട്ടുകേൾവിയില്ലാത്ത പലിശയ്ക്ക് ബോണ്ട് കൊടുത്ത് കടമെടുത്തത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ പിന്നിലെ ദുരൂഹത. ചട്ടമൊക്കെ രണ്ടാമത്തെ കാര്യം. ഇത് ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചോ അതോ പുട്ടടിക്കാൻ ഉപയോഗിച്ചോ രണ്ടാമത്തെ കാര്യം. റിസർവ് ബാങ്കിന്റെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല, NOC മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് പെർമിഷൻ ഉണ്ടായിരുന്നില്ല, നിയമവിരുദ്ധമാണ്. അതും ഫെമ നിയമത്തിൽപ്പെടും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചർച്ചയാകേണ്ടത് എന്തിനാണ് ഇവിടെ 1.5-2% പലിശയ്ക്ക് വായ്പ കിട്ടുമ്പോൾ എന്തിനാണ് 9.72% പലിശയ്ക്ക് വായ്പ എടുത്തത് എന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 2150 കോടി രൂപ തിരിച്ചടച്ച്, ഇന്നലെ ഞാൻ പറഞ്ഞൊരു ചെറിയ തിരുത്തുണ്ട്. മസാല ബോണ്ട് എന്ന് പറയുന്നത് ഡോളറിലല്ല വിനിമയം, അത് ഇന്ത്യൻ നിരക്കിലാണ്. അത് വലിയൊരു ഗുണമായി. അല്ലെങ്കിൽ ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം കൊടുക്കണമായിരുന്നു. ഇത് പലിശ മാത്രം കൊടുത്താൽ മതി. പക്ഷെ എന്നിട്ടും 2150 കോടി രൂപയ്ക്ക് 5 വർഷത്തിൽ താഴെയുള്ള കാലയളവിൽ തിരിച്ചടച്ചപ്പോൾ നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മൾ അടച്ചത് 1045.44 കോടി രൂപയാണ്. 1000 കോടിയിലധികം രൂപ ഒരു കാര്യവുമില്ലാതെ 2099 കോടി രൂപ അധിക പലിശയ്ക്ക് ലോൺ എടുത്തതിന് നമ്മൾ പലിശയായിട്ട് തിരിച്ചടക്കേണ്ടി വന്നു. ഇത് കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമായിരുന്നില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1000 കോടി രൂപ വെറുതെ അടച്ചു. എവിടെയാണ് 1000 കോടി രൂപ? ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. എവിടെ നിന്ന് 1000 കോടി രൂപ അടച്ചു? അത് ഇവിടെ നിന്ന് വായ്പ എടുത്ത് അടച്ചു. ഏതോ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. ഓർക്കണം, അപ്പൊ അതിന്റെ പലിശ വേറെ വരും. 2199 കോടി രൂപ മസാല ബോണ്ട് വഴി ശേഖരിച്ചതിന്റെ 1044 കോടി രൂപ 5 വർഷം തികയുന്നതിന് മുൻപ് പലിശ അടയ്ക്കേണ്ടി വന്നു. ഈ തിരിച്ചടക്കേണ്ടി വന്ന തുക 2150-ഉം 1044 അടങ്ങുന്ന ഏതാണ്ട് 3500ഓളം കോടി രൂപ വായ്പയായി ബാങ്കുകളിൽ നിന്ന് എടുത്തു. അതിന്റെ പലിശ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം 15 വർഷത്തേക്കുള്ള വായ്പയാണ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 2150 കോടി രൂപ എത്ര നഷ്ടം ഖജനാവിനുണ്ടാക്കും? ഇരട്ടിയിലേറെ നഷ്ടം ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തിലേക്കാണ് ആരും കിടക്കാത്തത്. അതിന്റെ കാരണമാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറെ കാലമേ പറയുന്നത്, ഈ ബോണ്ട് വാങ്ങിയ സ്ഥാപനങ്ങളിൽ ഒന്ന് കനേഡിയൻ പെൻഷൻ കമ്പനിയാണ്. ഈ കനേഡിയൻ പെൻഷൻ കമ്പനിയിൽ SNC ലാവലിന് നിക്ഷേപമുണ്ട്, ഓഹരി പങ്കാളിത്തമുണ്ട്. SNC ലാവലിനും പിണറായിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. വലിയ അഴിമതിയുടെ ആരോപണം മുന്നിൽ പിണറായി നിൽക്കുകയാണ് ഇപ്പോഴും. അതേ കമ്പനിയുമായി വീണ്ടും ധാരണയ്ക്ക് ശ്രമിച്ചു. അവർ 3% പലിശയ്ക്ക് നിക്ഷേപിച്ചിരുന്നിടത്ത് അവർക്ക് 9.72% പലിശയ്ക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം കൂടി ചെയ്യാം. കിഫ്ബിയോട് പലതവണ പലർ വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചു. ഈ മസാല ബോണ്ട് വാങ്ങിയത് ആരൊക്കെയാണ്? കിഫ്ബി കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. 16 സ്ഥാപനങ്ങൾ വാങ്ങിയെന്ന് പറയുന്നു. ഈ 16 സ്ഥാപനങ്ങളുടെ പേര് പറയുന്നില്ല. ഇതാണ് പറയുന്നത്, ഇത് വളരെ ദുരൂഹമായ അഴിമതി നിറഞ്ഞ ഒരു ഇടപാടാണ്. ഇതിൻ്റെ അകത്ത് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മീഷൻ ആരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ പോയി? പിണറായിയുടെയോ അദ്ദേഹത്തിന്റെ മക്കളുടെയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആസ്തി നിക്ഷേപത്തിലേക്ക് പോയോ? പിണറായിയുടെ മകൾക്ക് കാനഡയിൽ വീടുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഈ പണം അതിനുവേണ്ടി ഉപയോഗിച്ചോ? ഇത്തരം കാര്യങ്ങൾ ദുരൂഹമായി അവശേഷിക്കുന്നു. പിണറായി പറയേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതുണ്ട്. മറ്റൊരു വിചിത്രമായ സംഗതി കൂടിയുണ്ട്. സിംഗപ്പൂർ, ലണ്ടൻ എക്സ്ചേഞ്ചുകളിലാണ് ഈ ഇടപാടിന് പോയത്, മസാല ബോണ്ടിന് പോയത്. 10-40 കോടി രൂപ മുടക്കി മണിയടിച്ച് ബോണ്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇടപാടുകാർ വരണം വാങ്ങാൻ. പക്ഷെ അങ്ങനെ വന്ന് ആർക്കും അത് കിട്ടിയില്ല. കാരണം അതിനു മുമ്പേ ഈ കച്ചവടം ഉറപ്പിച്ചിരുന്നു. ഈ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ കച്ചവടം ഉറപ്പിച്ചു. അവിടെ പുതുതായി ആരുടെയും അപേക്ഷ പരിഗണിച്ചില്ല. ഇതൊക്കെയാണ് വാസ്തവം. ഇത് ചർച്ചയാവുന്നില്ല. ചർച്ചയാവുന്നത് കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം മുടക്കി, അതൊരു സാങ്കേതിക പ്രശ്നമാണ്. ആ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് സർക്കാരിനെ പൂട്ടാൻ ശ്രമിക്കുന്നു. ഇത് വളരെ ദുരൂഹമല്ലേ? പിണറായിയുടെ ഈ ദുരൂഹമായ ഇടപാടുകളുടെ മേലാണ് ED അന്വേഷണം നടത്തുന്നതെങ്കിൽ EDയുടെ ഉദ്ദേശശുദ്ധിയും സംശയിക്കേണ്ടതില്ലേ? നമുക്കിതിനെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല. ED പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതാണോ എന്ന് വ്യക്തതയില്ല. പക്ഷെ അതല്ല വിഷയം. നേരെ മറിച്ച് ഇതിന്റെ പിന്നിലെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളാണ്. അതാണ് ഈ നാട്ടിൽ ചർച്ചയാവേണ്ടത്.